ഭിന്നതകൾക്കിടയിലും US ഇറാൻ ആണവ ചർച്ചകൾ തുടരുന്നു. ഇറാനെ കൂടെ കൂട്ടാനുള്ള ശ്രമത്തിലാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വീണ്ടും രാജ്യം ഉപരോധം നേരിടുന്നത് ഒഴിവാക്കാനുള്ള ശ്രമം ഇറാന് നടത്തുന്നുണ്ട് എന്ന് വ്യക്തമാണ്. തിങ്കളാഴ്ച ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവുമായി ടെലിഫോണിൽ സംസാരിച്ചു. 40 മിനിറ്റാണ് നെതന്യാഹുവുമായി ട്രംപ് സംസാരിച്ചത്. ആണവ കരാറുമായി ബന്ധപ്പെട്ട് US ഇറാന് മുന്നിൽ വച്ചിട്ടുള്ള നിർദ്ദേശങ്ങളോട് ഉടൻ പ്രതികരണം അറിയിക്കുമെന്ന് ഇറാൻ വ്യക്തമാക്കിയിരുന്നു. പിന്നാലെയായിരുന്നു ട്രംപ് നെതന്യാഹുവുമായി സംസാരിച്ചത്. ട്രംപുമായി സംസാരിച്ചതിന് പിന്നാലെ നെതന്യാഹു ഇറാൻ വിഷയം ചർച്ച ചെയ്യാൻ ഉന്നതതല യോഗം വിളിച്ചെന്നും ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തു. ട്രംപുമായി ഫോണിൽ സംസാരിച്ചതിന് പിന്നാലെ നെതന്യാഹുവിൻ്റെ ഓഫീസ് ഒരു പ്രസ്താവനയും പുറത്തിറക്കി. ഇറാനുമായുള്ള ആണവ ചർച്ചയുടെ വിശദാംശങ്ങൾ ഇരു നേതാക്കളും ചർച്ച ചെയ്തതായി പ്രസ്താവനയിൽ പറയുന്നു. അമേരിക്ക ഇറാന് ഒരു നിർദ്ദേശം സമർപ്പിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ അവരുടെ പ്രതികരണം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും പ്രസിഡന്റ് ട്രംപ് പ്രധാനമന്ത്രിയോട് പറഞ്ഞു. ഇങ്ങനെയാണ് നെതന്യാഹുവിൻ്റെ ഓഫീസിൻ്റെ പ്രസ്താവന. വാരാന്ത്യത്തിൽ ഇറാനുമായി മറ്റൊരു വട്ട ചർച്ച നടത്താൻ പദ്ധതിയുണ്ടെന്ന് ട്രംപ് നെതന്യാഹുവിനെ അറിയിച്ചതായും പ്രസ്താവനയിൽ പറയുന്നു. എന്നാൽ ട്രംപും നെതന്യാഹുവും സംസാരിച്ചതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടില്ല. പിന്നാലെ വൈറ്റ് ഹൗസിൽ ട്രംപ് മാധ്യമപ്രവർത്തകരുമായി സംസാരിച്ചു. സംഭാഷണം വളരെ നന്നായി നടന്നു. നിലവിലുള്ള ആണവ ചർച്ചകൾ ഉൾപ്പെടെ വിവിധ വിഷയങ്ങൾ ചർച്ചയിൽ ഉൾപ്പെടുത്തിയെന്നും ട്രംപ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. വ്യാഴാഴ്ച ഇറാനുമായി US കൂടിക്കാഴ്ച നടത്തുമെന്നും ട്രംപ് അറിയിച്ചു. ഇറാൻ US പരോക്ഷ ചർച്ചകളുടെ അടുത്ത റൗണ്ട് ഞായറാഴ്ച മസ്കറ്റിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മയിൽ ബഗായ് പിന്നീട് റോയിറ്റേഴ്സിനോട് പറഞ്ഞു. ഗസ വെടിനിർത്തലിനും ബന്ദികളെ മോചിപ്പിക്കുന്നതിനുള്ള കരാറിനും ഹമാസിൻ്റെ മറുപടിക്കായി ഇസ്രായേലും USഉം കാത്തിരിക്കുകയാണ്. ഹമാസിൻ്റെ കസ്റ്റഡിയിലുള്ള ബന്ദികളുടെ ബന്ധുക്കൾ ഉയർത്തുന്ന സമ്മർദ്ദത്തിന് പുറമെ ഹരേതി നിയമന ഇളവ് ബിൽ പാസാക്കിയില്ലെങ്കിൽ സർക്കാരിനെ അട്ടിമറിക്കുമെന്ന് നെതന്യാഹു സർക്കാരിലെ തീവ്ര ഓർത്തഡോക്സ് സഖ്യ പങ്കാളികൾ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ട്രംപുമായി സംസാരിക്കാനായി കോടതിയിലെ തൻ്റെ അഴിമതി വിചാരണ ഷെഡ്യൂൾ ചെയ്തതിനേക്കാൾ നേരത്തെ നെതന്യാഹു നിർത്തിവെപ്പിച്ചെന്നും ടൈംസ് ഓഫ് ഇസ്രായേലിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു. ട്രംപുമായി സംസാരിച്ചതിന് ശേഷം നെതന്യാഹു വിളിച്ചു ചേർത്ത യോഗത്തിൽ മുതിർന്ന സുരക്ഷാ ഉദ്യോഗസ്ഥർ, ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമർ ബെൻഗ്വിർ, ധനമന്ത്രി ബെസലേൽ സ്മോട്രിച്ച്, പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ്, ഷാസ് നേതാവ് ആര്യ ഡെറി, സ്ട്രാറ്റജിക് അഫയേഴ്സ് മിനിസ്റ്റർ റോൺ ഡെർമർ എന്നിവരും പങ്കെടുത്തതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. US ഇറാൻ ആണവ ചർച്ചകളുടെ അടുത്ത ഘട്ടത്തിന് മുമ്പ് US പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫിനെ കാണാൻ നെതന്യാഹു ഡെൻമറിനും മൊസാദ് മേധാവി ഡേവിഡ് ബാർണിയയ്ക്കും നിർദ്ദേശം നൽകിയതായി ചാനൽ 13 പിന്നീട് റിപ്പോർട്ട് ചെയ്തു. വൈറ്റ് ഹൗസിൽ ട്രംപ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് US ഇറാനുമായി ഒരു കരാർ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. കരാർ യാഥാർത്ഥ്യമായാൽ നഷ്ടങ്ങളും മരണങ്ങളും ഒഴിവാക്കാം. എന്നാൽ ഇറാൻ ടഫ് നെഗോഷിയേറ്റേഴ്സ് ആണെന്നാണ് ട്രംപ് കൂട്ടിച്ചേർത്തത്. അതായത് ഇറാനെ അനുനയിപ്പിക്കാൻ അത്ര എളുപ്പമല്ല എന്ന സന്ദേശമാണ് ട്രംപ് നൽകുന്നത്. എന്താണ് കരാർ യാഥാർത്ഥ്യമാക്കാനുള്ള തടസ്സമെന്ന ചോദ്യത്തിന് ട്രംപിൻ്റെ മറുപടി ഇങ്ങനെയാണ്. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ മാത്രമാണ് അവർ ചോദിക്കുന്നത്. യുറേനിയം സമ്പുഷ്ടീകരണ ശേഷി നിലനിർത്താനുള്ള ഇറാൻ്റെ പിടിവാശി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ട്രംപ് ഇങ്ങനെ പറഞ്ഞത്. ഒരു കാര്യം വ്യക്തമാണ്, ഇറാൻ USൻ്റെയോ ഇസ്രായേലിൻ്റെയോ ഭീഷണിക്ക് വഴങ്ങില്ല. ഇറാൻ കൃത്യമായി പലതവണ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഇറാൻ ആണവശക്തിയായി മാറിയാൽ USനും ഇസ്രായേലിനും അത് വലിയ ഭീഷണിയായി മാറും. ഇത് തടയാനുള്ള തന്ത്രപരമായ നീക്കമാണ് US നടത്തുന്നത്. എന്നാൽ ആണവ സമ്പുഷ്ടീകരണം പൂർണ്ണമായി നിർത്തണമെന്ന ആവശ്യം ഇറാൻ തള്ളിയിട്ടുണ്ട്. അതിനാൽ ഇനിയുള്ള ആണവ ചർച്ചകൾ ഏറെ നിർണായകമാണ്.